ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഗുരുസ്മരണ ആലപിക്കുന്നതിന് വേണ്ടി കുമാരി ഗായത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹംസാഭ്യാം പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിത്ഘനരസം പൂർണ്ണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദ്വിഭം ശാശ്വതം. സ്വാഗതം പറയുന്നതിന് വേണ്ടി ദേവാല പാഠശാല അധ്യാപികയായ ശ്രീമതി ഇന്ദിര മോഹനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുദേവപാദങ്ങളിൽ എൻ്റെ വിനീതമായ പ്രണാമം. എനിക്ക് ഏറെ സ്നേഹം നിറഞ്ഞ ശാഖാ ഭാരവാഹികൾ, വനിതാ സംഘത്തിൻ്റെ ഭാരവാഹികൾ, യൂത്ത് ഭാരവാഹികൾ, മറ്റു ശാഖയുടെ പോഷക സംഘങ്ങളുടെ ഭാരവാഹികൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മഹാസമാധി ദിനാഘോഷത്തിൻ്റെ 3-ാം ദിവസമായി ഇന്ന് ഈ വേദിയിൽ സന്നിധരായിരിക്കുന്ന വന്നു ചേർത്തിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം ചെയ്ത് അവരെ സ്വീകരിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മിനി ദർശന സംഗമത്തിൻ്റെ ഒരു ഭാവമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ദർശന സംഗമം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഗത്ഭരായ ആളുകളെ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം സംസാരിച്ച് അവർക്ക് വേണ്ടുന്ന പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് ഗുരുദേവൻ ദർശനങ്ങൾ ആധികാരികമായി പഠിപ്പിക്കുകയും പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ദർശന സംഗമം. ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാഖയിലുള്ള അംഗങ്ങൾ ഗുരുദേവകൃതികളെ ചൊല്ലുവാൻ പഠിക്കുകയും അത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുകയും അതിനെ മനനം ചെയ്യുകയും അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരാണ് ഇവിടെ ഒരു പ്രഭാഷണ പരമ്പരയാണ് ഈ പരിപാടി. ഇത് ഈ ശ്രീനാരായണ മാസം നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ പരിപാടി നടത്തുവാൻ സാധിച്ചത് അതിൻ്റെ ഒരു മഹത്വമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ എനിക്ക് ഒരു നിർദ്ദേശം വയ്ക്കുവാനുള്ളത്, ഈ പരിപാടി ബാലവേദി കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ നല്ല മിടുക്കരായ പ്രഭാഷണമൊക്കെ പറയാൻ 2 വാക്കുകൾ ഗുരുദേവനെ പറ്റിയും ഗുരുദേവൻ്റെ ശിഷ്യന്മാരെ പറ്റിയും ഒക്കെ പറയാൻ പ്രാപ്തരായ കുട്ടികളുണ്ട്. അവരെ നമ്മളെ പ്രാപ്തരാക്കിക്കൊണ്ട് വരും വർഷങ്ങളിൽ അവർക്കും കൂടി ഇതിൽ അവസരം കൊടുക്കണമെന്ന് ഇപ്പം തന്നെ ഇന്ന് 2 പ്രഭാഷണം ഇവിടെ നടത്തുന്നത്. അതിൽ ഒരെണ്ണം ആ കുട്ടികളുടെയും കൂടി ആയിരിക്കണം എന്നൊരു നിർദ്ദേശം എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ശാഖയുടെ എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഈ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ അനിയച്ചൻ അറുപതിനെ ഈ ശാഖായോഗത്തിലെ ഈ പരിപാടിയിലേക്ക് ഗുരുദേവനാമത്തിൽ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ശാഖയുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ സൈൻജൂറ്റി കാഞ്ചനപ്പള്ളിയെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മൂന്നാമതായി ഈ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവത്തെയും ഈ പരിപാടിയിലേക്ക് ഗുരുദേവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ യൂണിയൻ കമ്മിറ്റി സാവുട്ടി ഇല്ലികളത്തിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശാഖയുടെ പോഷക സംഘടനയായ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും മറ്റ് ശാഖയുടെ പോഷക സംഘടനകളായ ഭാരവാഹികളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാർക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രഭാഷണം ആരംഭിക്കുകയാണ്. ശ്രീമതി ഇന്ദിര രഘുനാഥ് പാഗ്രി. വിഷയം മഹാഗുരുവിൻ്റെ അനുകമ്പ ദശകം എന്ന കൃതിയെ ആസ്പദമാക്കി ശ്രീമതി ഇന്ദിര രഘുനാഥ് പാഗ്രി നമ്മളോട് സംവദിക്കുകയാണ്. പ്രിയപ്പെട്ട ചേച്ചിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ഗുരുബ്രഹ്മ
गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै ശ്രീഗുരവേ നമഃ. ഭഗവത്പാദങ്ങളിൽ നമസ്തേ, ആചാര്യപാദങ്ങളിലും നമസ്തേ, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് അവരുടെ പാദങ്ങളിലും നമസ്തേ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മറിയപ്പള്ളി ശാഖ നമ്പർ 26 മറിയപ്പള്ളിയുടെ ശ്രേഷ്ഠമായ ഈ മണ്ണിൽ ഇന്നിവിടെ നിൽക്കുന്നതിന് എനിക്ക് അവസരം ഒരുക്കി തന്നത് നമ്മുടെ SNDP മറിയപ്പള്ളി 26 നമ്പർ ശാഖയിലെ പ്രധാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി പ്രസിഡൻറ്റ്, ഒപ്പം നമ്മുടെ രഞ്ജിത്ത് രജീന്ദ്രൻ എന്നിവരാണ്. ശ്രീനാരായണ പരിപാലന യോഗം ശാഖ നമ്പർ 26 മറിയപ്പള്ളിയുടെ ആദരണീയനായ പ്രസിഡൻറ്റ് ശ്രീ അനീച്ചൻ അറുപതിൽ, ആദരണീയനായ സെക്രട്ടറി ശ്രീ സൈൻജുറ്റി കാഞ്ഞിരപ്പള്ളിയിൽ, ഒപ്പം നമ്മുടെ വൈസ് പ്രസിഡൻ്റായ പ്രമോദ് പ്രണവ, വനിതാ സംഘം യൂത്ത് മൂവ്മെൻറ്റ് ഭാരവാഹികളെ, അതോടൊപ്പം തന്നെ നമ്മുടെ ശാഖ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പദയാത്ര കമ്മിറ്റി അംഗങ്ങൾ, പ്രാർത്ഥനായോഗ അംഗങ്ങൾ, ബാലജനയോഗം അംഗങ്ങൾ, ഒപ്പം നമ്മുടെ വേദിയിലും സദസ്സിലിരിക്കുന്ന നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ എൻ്റെ സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട്, ഭഗവാന്റെ സശരീരം വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് ഏകദേശം 98 സംവത്സരങ്ങളായിരിക്കുകയാണ്. ശിവഗിരി കുന്നിൽ ആ ദിവ്യ കളയപുരം വിലയം പ്രാപിച്ചെങ്കിലും ഇന്നും നമ്മോടൊപ്പം ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ചരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും നമ്മുടെ യാത്രയിലും ഭഗവാൻ നമ്മോടൊപ്പം കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഓരോ വിഷമസന്ധിയിലും ഭഗവാൻ നമ്മോടൊപ്പമുണ്ട്. നമ്മളെ കൂടെ ചേർത്ത് നിർത്തി നമ്മളോടൊപ്പം ഏത് അവസരങ്ങളിലും കൂടെ ചേർന്ന് നിന്ന് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പ്രാപ്തമാക്കുന്നത് നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ പരമ തൃപ്പാദങ്ങളാണ്. ആ തൃപ്പാദങ്ങളെ ഒരിക്കൽ പോലും ആ ശരീരം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കരുതാനായിട്ട് സാധ്യമല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ അച്ഛനായും നമ്മുടെ അമ്മയായും നമ്മുടെ ഗുരുവായും സഹോദരനായും സഹോദരിയായും എല്ലാ വഴിയാട്ടിയായും കൂടെ കൊണ്ടു നടക്കുന്ന, നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ആ പരമകാരുണികനായ ഗുരുദേവ പാദങ്ങൾ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പ മൂർത്തിയായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. നന്നേ ചെറുപ്പം മുതൽ തന്നെ അനുകമ്പയിലൂടെ ആഴ്ന്നിറങ്ങിയ ജീവിതമാണ് ഭഗവാൻ കാഴ്ചവെച്ചത്. ആ വാരണപ്പള്ളി തറവാട്ടിൽ താമസിക്കുന്ന കാലത്തും, അതോടൊപ്പം തന്നെ വയൽവാരം വീട്ടിൽ താമസിക്കുന്ന സമയത്തും, വയൽവാരം വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നന്നേ ചെറുപ്പമായ ഒരു കാലഘട്ടമായിരുന്നത്. ആ പ്രായത്തിൽ തന്നെ തൊട്ടടുത്ത വീട്ടിലെ പുലയച്ചാളയിൽ തിളച്ച് ചാടിക്കൊണ്ടിരിക്കുന്ന കഞ്ഞി അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച്, അല്ലെങ്കിൽ അവരുടെ അന്നം വന്ന് മുട്ടുമായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും കൂടി ഒരു സന്യാസി ശ്രേഷ്ഠനെ കല്ലെറിയുന്നത് കണ്ടപ്പോൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി അടുക്കുന്ന ആ കൊച്ചു നാളു. അങ്ങനെ അവിടെ നിന്ന് ഉപരിപഠനത്തിനായി വാരണപ്പള്ളി തറവാട്ടിൽ പോയ അവസരം, അവിടെ നമുക്കറിയാം അവിടെയും ഉണ്ടായിരുന്നു കുഷ്ഠരോഗിയായ ഒരു സതീർത്ഥ്യൻ. ആ സതീർത്ഥ്യൻ്റെ മുറിവുകൾ നന്നായി കഴുകിക്കെട്ടുവാനും അതിൽ മരുന്ന് പുരട്ടുവാനും എന്നും കാണിച്ച ആ ഒരു അനുകമ്പ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഭഗവാൻ കാട്ടിയ മറ്റൊരു അനുകമ്പയാണ് അവിടെ വാർദ്ധക്യത്തിൽ നടക്കാൻ പോലും വയ്യാത്ത അവശനായ ഒരു നായയുണ്ടായിരുന്നു. ആ നായയ്ക്ക് തനിക്ക് കിട്ടുന്ന അന്നത്തിൻ്റെ പാതി എല്ലാ ദിവസവും കൊടുക്കുമായിരുന്നു. അതുമെല്ലാം ആ ചെറുപ്പകാലത്ത് തന്നെ ഗുരു അനുകമ്പ മൂർത്തിയായിരുന്നെന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ആ അനുകമ്പയുടെ മൂർത്തിമത് ഭാവമാണ് നമ്മുടെ കുമാരനാശാൻ. കുമാരു എന്ന് ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന കുമാരനാശാനെ മഹാകവി കുമാരനാശനാക്കിയത്
നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ, നമ്മുടെ തൃപ്പാദങ്ങളുടെ ഒരാളുടെ കഴിവ്, ആ സ്നേഹം, വാത്സല്യം ഒക്കെ മാത്രമാണ്. നമുക്കറിയാം, ഗുരുപാദ ദശകത്തിൽ തന്നെ 3-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മാതാവെ പോൽ കരുണ, ജനകനെ പോലെ ക്ഷേമചിന്ത, ഭ്രാതാവെ പോലെ എന്തെന്നത് ഇത് സഹജ സ്നേഹവും എന്ന് പറയുന്നുണ്ട്. അവിടെയെല്ലാം ഗുരുവിന് കുമാരനാശാൻ പറയുന്നത് എന്താണ്? എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ഗുരുവും എൻ്റെ സഹോദരനും എൻ്റെ എല്ലാം ഭഗവാനാണെന്ന്, ആ ഭഗവാന്റെ അനുഗ്രഹം, ആ ഭഗവാന്റെ വാത്സല്യം ഒക്കെ ഏറെ അനുഭവിച്ചറിഞ്ഞ കുമാരനാശാൻ അങ്ങനെ ഓരോ സ്വന്തം ജീവിതത്തിൽ തന്നെ അനുകമ്പാമൂർത്തിയായി നമ്മളെയൊക്കെ പരിപാലിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ഏതാപത്തിലും അനുകമ്പയോടെ ഓടിയെത്തുന്ന ആ ദിവ്യ കളയപരം. സ്വശരീരം ഇല്ലെങ്കിലും ജീവനോടെ തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ ഭഗവാൻ ഓടിയെത്തുന്നത്. ഇപ്പം ഇന്നിവിടെ എനിക്ക് വിഷയമായി തന്നിരിക്കുന്നത് അനുകമ്പ ദശകം എന്ന മനോഹരമായ ഒരു കൃതിയാണ്. പ്രബോധനാത്മകമായ ആ കൃതി, ഭഗവാൻ നമുക്ക് പ്രബോധനാത്മക കൃതികൾ തന്നിട്ടുണ്ട് പലതും. അതെല്ലാം നമ്മുടെ കുട്ടികൾ ഏകദേശം ഒരു 13 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ ആ കൃതികളെല്ലാം തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. സ്തോത്രകൃതികൾ നല്ലതാണ്, നമുക്ക് ഈണത്തിൽ ചൊല്ലാനും പഠിക്കാനും നന്നാണ്, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനും അത് കൊള്ളാം. പക്ഷേ പ്രബോധനാത്മക കൃതികളായ ഇത്തരം കൃതികൾ, അനുകമ്പ ദശകം, സദാചാരം തുടങ്ങിയുള്ള കൃതികൾ, ദത്താപഹാരം, ഇത്രയും കൃതികളൊക്കെ ഗുരു നമുക്ക് എഴുതി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പലരോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അനുകമ്പാദശകം നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട്. പക്ഷേങ്കിൽ ചില കൃതികൾ, ഈ ദത്താപഹാരവും അല്ലെങ്കിൽ നമ്മളെ കണ്ട് ഭഗവാൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നതാണ്. നിർവൃതി പഞ്ചകം എഴുതി തന്നിട്ടുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ ആരും വായിച്ചിട്ട് പോലും നോക്കാറില്ല. അതിനകത്തൊക്കെ എഴുതി തന്നിരിക്കുന്ന അർത്ഥം എന്താണെന്ന് 13 വയസ്സ് കഴിയുമ്പം തൊട്ടേ ഈ കൃതിപഠന ക്ലാസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ ശാഖയിൽ നടക്കുന്ന ഈ കൃതിപഠന ക്ലാസ്സിൽ 13 വയസ്സ് കഴിയുന്ന ഓരോ കുട്ടിയെയും, ആണായാലും പെണ്ണായാലും എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തി ആ കൃതിപഠന ക്ലാസ്സിൽ അവരെയും കൂടി പങ്കെടുപ്പിച്ച് നല്ല ജീവിതം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമാറാകണമെന്നും എനിക്കൊരു എളിയ അപേക്ഷയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ ഓരോന്നിലും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഭഗവാൻ എഴുതി തന്നിരിക്കുന്നത്. ആ ദത്താപഹാരമൊക്കെ എഴുതി തന്നിരിക്കുന്നത് എന്താണ്? അതിനകത്തെ അർത്ഥം നമ്മൾ ഓരോ വരിയും നമ്മൾ പഠിക്കണം, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ഇനി നമ്മൾ ഓരോരുത്തരും ഇപ്പം ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ എത്ര കൊച്ചു കുട്ടികളുണ്ട്? 5 6 അല്ലെങ്കിൽ 10 കുട്ടികൾ കാണും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. ഓരോ കൺവീനർമാർ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഈ പഠന ക്ലാസ്സുകളിൽ പങ്കെടുപ്പിച്ചിട്ട് അവരെ ഓരോരുത്തരെയും നല്ല പൗരന്മാരായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരം ഒരു കൃതികളിൽ ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് അനുകമ്പ ദശകം. അനുകമ്പ ദശകം, ദശം എന്ന് പറഞ്ഞാൽ 10 പദ്യങ്ങളിലായും ഫലശ്രുതിയിലൂടെയും ഗുരുദേവൻ നമുക്ക് എഴുതി തന്ന മഹനീയമായ പ്രബോധനാത്മകമായ കൃതി. പ്രബോധനം എന്ന് പറഞ്ഞാൽ ഏറെ ചിന്തിച്ച്, ഇപ്പോൾ അനുകമ്പ ദശകത്തിൽ ഓരോ വരികളിലും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ വരികളിൽ എന്താണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണം, നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ ജീവിക്കണം എന്ന് ഭഗവാൻ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോ വരിയിലും 10 അക്ഷരം, ഒരു വരിയിൽ 10 അക്ഷരമാണെങ്കിൽ അടുത്ത വരിയിൽ 11 അക്ഷരം, വീണ്ടും 10 അക്ഷരം, വീണ്ടും 11 അക്ഷരം. നമ്മൾ ദൈവദശകം എഴുതി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ വരിയിലും 8 അക്ഷരം വീതമുള്ള 10 ശ്ലോകങ്ങളാണ്. ഓരോ ശ്ലോകത്തിൽ 4 വരി വീതം ഉള്ള 10 ശ്ലോകങ്ങളാണ് ദൈവദശകത്തിൽ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. എന്നാൽ അനുകമ്പ ദശകത്തിൽ നമുക്ക് 10 ശ്ലോകം, ദശകം എന്ന് പറഞ്ഞാൽ 10 ശ്ലോകങ്ങളാണ് കുറിച്ച് തന്നിരിക്കുന്നത്. ഈ 10 ശ്ലോകത്തിലും ഓരോ വരിയിലും, ഒരു വരിയിൽ 10 അക്ഷരമാണെങ്കിൽ അടുത്ത വരിയിൽ 11 അക്ഷരമാണ്. അതിൻ്റെ വൃത്തം വിയോഗിനി എന്ന വൃത്തമാണ് നമുക്ക് ഗുരുദേവൻ ആ ഒരു വൃത്തത്തിലാണ് അനുകമ്പ ദശകം രചിച്ച് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കൃതിയിലേക്ക് കിടന്നാലോ. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും
സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമേ വിട്ടകലാതെ ചിന്തയും. ഭഗവാൻ നമ്മളോട് പറയാണ്, എന്താ പറയുന്നത്? ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. എറുമ്പിന് പോലുമാണ് വരുത്തരുത്. ഇപ്പം പീഡ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളെ കൊല്ലുന്നത് മാത്രമല്ല പീഡ. അപ്പോൾ ദൈവദശകത്തിൽ ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഓതും മൊഴിയും ഓർക്കിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓതും മൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യന് ഒരിക്കലും ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ഒരു മനുഷ്യനെ പോലും വേദനിപ്പിക്കാത്ത ഒരു ജീവിതം വേണം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതാണ് ഭഗവാൻ ഒന്നാമത്തെ വരിയിൽ തന്നിരിക്കുന്നത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ. അനുകമ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളോടുള്ള ആ ഒരു കനിവ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഒരു നായയോടായാലും ഏതൊരു ജീവിയോടാണെന്ന് പറഞ്ഞാൽ പോലും അവരോട് നമ്മൾ അനുകമ്പ. ഇപ്പം നമ്മൾ പറഞ്ഞ ഇവിടെ നമ്മുടെ നല്ല സ്നേഹനിധിയായ ഒരു പട്ടിയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. എപ്പോഴും ഞങ്ങളുടെ ബാലവേദി ക്ലാസ്സിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കസേരയിൽ കയറി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദീപാരാധനയ്ക്ക് മണിയടിക്കുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഓടിപ്പോകും. അപ്പോൾ അവനും അറിയാം. അവനോട് ഇന്നലെ ഞാൻ ചോദിച്ചു, എന്തേ നീ ബാലവേദിക്ക് വരാത്തതെന്ന്. അവനെ നമ്മൾ ആട്ടിപ്പഴിച്ചുള്ളൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുകയും അവന് എത്രമാത്രം വേദന ഉണ്ടാവും. അവനൊരു നായയാണ്. അവന് നമ്മൾ പറയും മനുഷ്യർക്ക് മാത്രമേ ചിന്തിക്കാനൊക്കെ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരോടും പെരുമാറേണ്ടത്. എങ്ങനെയാണ് അവരെ ഒരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു നോക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത അനുകമ്പ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അതാണ് ഭഗവാൻ അവിടെ പറയുന്നത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര. ഭഗവാനെ വിളിക്കുന്നതാണ് എങ്ങനെ? കരുണാകര എന്ന് ഭഗവാനെ വിളിക്കുകയാണ് അവിടെ. അത്രയും കരുണയുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാനോട് പറയാണ്, കരുണാകര എൻ്റെ ഉള്ളിൽ നൽകുക. എന്താണ് ചിന്ത? എന്താണ് നൽകുക വേണ്ടത്? നിൻ്റെ ചിന്ത, ഭഗവാനേ എന്നുള്ള ആ ഒരു ചിന്ത ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ നിന്ന് പോകരുത്. ഞാൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സദാസമയവും എൻ്റെ ഭഗവാനെ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര എന്നുള്ള ആ ഒരു നാമം നമ്മുടെ മനസ്സിൽ സദാസമയവും നിറഞ്ഞു നിൽക്കണമേ എന്നാണ് ഭഗവാൻ ഒന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോയല്ലോ. അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റും കരുവാകും കുരുവാമിതേതിനും. അരുളാൽ വരും ഇമ്പം. ഇമ്പം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ ഓരോരുത്തരും പാട്ടൊക്കെ പാടുന്നത് എന്തൊരു രസമാണ്, എന്തൊരു ഇമ്പമാണ് അല്ലേ? അരുൾ എന്ന പദത്തിനർത്ഥം എന്തായിരിക്കാം? ജ്ഞാനം, അറിവ്. ഇപ്പം നമ്മൾ എല്ലാവരും വിചാരിക്കും, ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ആണെന്ന് പറഞ്ഞാലും അവരെല്ലാം ഭയങ്കര വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷെ നമ്മളൊരു കാര്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. എന്നാന്ന് വെച്ചാൽ അവർക്ക് പുസ്തകം പഠിക്കണം, അവർക്ക് ജീവിക്കണം, നല്ലൊരു തൊഴിൽ വേണം, ജീവിക്കണം. ഇത്തരം ചിന്തകൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ഉള്ളൂ. പക്ഷേ ആ ഒരു ചിന്ത മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾ 13 വയസ്സിന് ശേഷമുള്ള ഓരോ കുട്ടികളെയും നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കണം. അരുളാൽ വരും ഇമ്പം. നമുക്കറിവുണ്ടെങ്കിൽ ഇതെല്ലാം നേടിയെന്നുള്ളൊരു ചിന്ത നമുക്ക് പാടില്ല. നമ്മൾ നേടണമെങ്കിൽ നമ്മൾ ആര്? ഭഗവാൻ ആര്? നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകും, എണ്ണയൊഴിക്കും, ഒക്കെ ചെയ്യും, അർച്ചന കഴിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭഗവാനെ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ തൊഴുതും മടങ്ങി പ്രദക്ഷിണം വയ്ക്കുന്നു, ഒക്കെ ചെയ്യുന്നു, ശയന പ്രദക്ഷിണം ഒക്കെ ചെയ്യും. പക്ഷേങ്കിൽ ആരാണ് ഭഗവാൻ? നിന്നിലെ ചൈതന്യം എന്താണ്? നിന്നിൽ കൊടികെട്ടിരിക്കുന്ന ആ ഒരു ശക്തി എന്താണ്? അത് നമ്മൾ ആരും കണ്ടുപിടിക്കുന്നില്ല.
ഒരു ജോലി നേടണം. അതല്ലാതെ നമ്മളിലെ ആ ഒരു ആത്മീയ ചൈതന്യത്തിൽ മനസ്സിലാക്കുക എന്നാണ്. അരുളാൽ വരും ഇമ്പം, നമുക്ക് ആ ഒരു സുഖമുണ്ട്. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഈ പ്രായമായി ആൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ കൃതിപഠന ക്ലാസ്സിലൊക്കെ പോകുന്നതെന്ന്. നമ്മൾ ഓരോ കൃതിയും ചൊല്ലുമ്പോഴും എത്രമാത്രം തെറ്റാണ് നമ്മളിവിടെ ചൊല്ലുന്നതെന്ന് ഈ കൃതിപഠന ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഹൈഫൻ ഇടുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഓരോ പദവും എവിടെ മുറിക്കണം, എങ്ങനെ മുറിക്കണം, ആ ഓരോ വാക്കുകളുടെയും അർത്ഥം എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും നന്നായി തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ച് ഈ ഒരു നിലയിൽ ഇന്നിവിടെ നിൽക്കാൻ എന്നെ പ്രാപ്തമാക്കിയത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, എവിടെ മുറിക്കണം. നമ്മൾ ഓരോ ദിവസവും ഈ നമ്മുടെ ശാഖയിൽ തന്നെയാണെങ്കിലും പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും നമുക്കറിയാം. സാജൻ ചിലപ്പോൾ എന്നോട് ചോദിക്കുന്നത്, എന്താ ചേച്ചി ചൊല്ലാവത്തെ? ഞാൻ പറയും, നമ്മളെ ടീച്ചർ പഠിപ്പിച്ച രീതിയും നമ്മൾ ചൊല്ലുന്ന രീതിയും രണ്ടും രണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ശിവഗിരി പോയപ്പോഴത്തേക്കിന് അവിടെ ചേട്ടായി സ്വാമി എന്ന് വിളിക്കുന്ന നല്ലൊരു സ്വാമിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു സ്വാമിയെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു കൃതിയുടെ അർത്ഥം പഠിക്കണമായിരുന്നു. എന്തായാലും ഭഗവാൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ചേട്ടായി സ്വാമി കൃത്യമായിട്ടും മഹാസമാധി മണ്ഡപത്തിലുണ്ടായിരുന്നു. ഒരു ഈശ്വരൻ തന്നെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞാൻ ആഗ്രഹിച്ച ആ ഒരു കീർത്തനത്തിന് അർത്ഥം മുഴുവൻ ആ സ്വാമി പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ നമ്മൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം അറിവിന് വേണ്ടി നമുക്ക് എങ്ങനെ അറിയാം, എന്ത് പഠിക്കാം, എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. കുറേ നേരം ഞാൻ അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നാമം ജപിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പൊരുളറിയാതെയാണ് ഇത്തരം കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. അരുളാൽ നമുക്ക് അറിവുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നതാണ്? ഇമ്പുണ്ടാകും. അരുളാൽ വരും ഇമ്പം, അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും. അൻപ്, ആ ഒരു സ്നേഹം, ആ ഒരു കരുണ. ഇപ്പം നമ്മൾ കുറേ പണം ഞങ്ങൾ ബാങ്കിൽ ഇങ്ങനെ ഇട്ടേക്കുക, ആർക്കും പ്രയോജനമില്ല. നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുമ്പം കാണാൻ വേണം, അവകാശികളില്ലാതെ ഒരുപാട് ധനം ബാങ്കുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആരുമില്ല, ഉള്ള സമയത്ത് ആർക്കും അവരോട്ട് കൊടുക്കുകയുമില്ല. അതിനെ നമുക്ക് അരുളെന്ന് വിളിക്കാൻ പറ്റുമോ? ഈ സമ്പത്ത് മുഴുവൻ ബാങ്കിൽ കിടക്കുമ്പോഴത്തേക്കിന് ഈ ലോകത്ത് നിന്ന് നമുക്ക് പോകാൻ പറ്റുമോ? നമ്മൾ ആ ഒരു അൻപകന്ന ഒരു നെഞ്ചാൽ വരും അല്ലൽ, ആ ഒരു ഒരുപാട് നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും മറ്റുള്ളവരെ ദ്രോഹിച്ചാലും അറിവെന്താണ്, നാം ആരാണെന്ന്, ഈ പ്രപഞ്ചം എന്താണ് എന്ന് നമ്മൾ പഠിക്കാതെയും ഇരുന്നാൽ എന്ന് നമ്മൾക്ക് അത് അല്ലലിൻ കരു എന്ന് പറഞ്ഞാൽ കാരണമായി അത് തീരുമെന്നാണ് പറയുന്നത്. നമുക്ക് അറിവില്ലെങ്കിൽ എന്താണ്, നമ്മൾ അജ്ഞരാണെങ്കിൽ എന്താണ്, നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് മനസ്സിലായില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്ത് നേടും? അതാണ് ഭഗവാൻ 2ാമത്തെ ശ്ലോകമായ അരുളാൽ വരും ഇമ്പം എന്ന് തുടങ്ങുന്ന ആ വരികളിലൂടെ എഴുതി തന്നിരിക്കുന്നത്. 3ാമത്തെ ശ്ലോകം, അരുളൻപനുകമ്പമൂന്നിലും പൊരുളൊന്നാണിത് ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിടുക ഈ നവാക്ഷരി. ഭഗവാൻ നമ്മളോട് ഓതിത്തരികയാണ്. എന്താണ്? അരുള്, അൻപ്, അനുകമ്പം. നമുക്ക് ജ്ഞാനം വേണം, സ്നേഹം വേണം, കരുണ വേണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. അതില്ലാത്ത ഒരു ജീവിതം എന്തിനാണ്? സഹജീവികളോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമുക്കുള്ളത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുമ്പോൾ അതാണ് നമ്മളുടെ ആ ഒരു അനുകമ്പം, അല്ലെങ്കിൽ അതാണ് നമ്മളിലെ അറിവ്, നമ്മളിലെ കരുണ. അതൊക്കെ നമുക്ക് വേണം. ഭഗവാൻ തന്നെ അറിയാവുന്ന എത്രയോ ശിഷ്യന്മാർ ഭഗവാനുണ്ട്. സന്യാസി ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യന്മാരുമായ എത്ര പേര്, അവരെയുള്ള സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഭഗവാൻ പറയുകയാണ്, അരുള് വേണം, അൻപ് വേണം, അനുകമ്പ വേണം. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? ഒന്ന് തന്നെയാണ്. അരുളായാലും
അൻപായാലും അനുകമ്പയായാലും എല്ലാം അതിൻ്റെ എല്ലാം പൊരുളും ഒന്ന് തന്നെയാണ്. അവിടെ പറയുന്നത് എന്താണ്? ജീവതാരകം. അത് ദൈവദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, നാവികൻ ആഴമേ ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക്. അതാണ് ആ ഒരു നമ്മുടെ ജീവിതമാകുന്ന തോണിയെ മറുകരയിൽ എത്തിക്കാൻ അവിടെ അതാ അർത്ഥം തന്നെയാണ് ജീവതാരകം എന്ന് പറഞ്ഞാൽ. താരകം എന്ന് പറഞ്ഞാൽ വെള്ളമെന്നാണ് അർത്ഥമാക്കുന്നത്. അരുളുള്ളവനാണ് ജീവി. അരുളെന്ന് പറഞ്ഞാൽ സ്നേഹം. ആ സ്നേഹമുള്ളവനാണ് ജീവി. ഇതൊന്നുമില്ലാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു ജീവിക്കുന്ന ശവമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് കാണാതെയും അറിയാതെയും പഠിക്കാതെയും അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാതെയും ഒരു മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതം എന്ന് പറയുന്നത് അരുളാന്നോ അൻപയെന്നോ അനുകമ്പയെന്നോ അല്ല. അരുളൻപനുകമ്പമോന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ 9 അക്ഷരം അത് നമ്മൾ സദാസമയവും ഉരുവിട്ട് വിടണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് ഭഗവാൻ 3-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. 4-ാമത്തെ ശ്ലോകം, അരുളില്ലെങ്കിൽ അസ്ഥി തോൽ സിരനാറുന്നൊരുടുമ്പ് താൻ മരുവിൽ പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാം. അരുളില്ലെങ്കിൽ, നമുക്ക് അറിവില്ലെങ്കിൽ എന്താണ്? നമ്മൾ പഠിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. സദാ നമ്മൾ അരുളുള്ളവനായിട്ട് തന്നെ ജീവിക്കണം. അരുളില്ലെങ്കിൽ നമ്മൾ എന്താണ്? സപ്തമലങ്ങളടങ്ങുന്ന ഒരു മാംസപിണ്ഡം തന്നെയാണ്. തോലും അസ്ഥിയും തോലും മാംസവും മജ്ജയും ശുക്ലവും മേധസ്സും ഒക്കെ അടങ്ങുന്ന ഒരു മാംസപിണ്ഡം മാത്രമാണ്. ഒരു ദിവസം നമ്മൾ കുളിച്ചില്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ നമ്മൾക്ക് എന്തോ ഒരു ദുർഗന്ധമായിരിക്കും. അപ്പോൾ നമ്മൾ അരുളില്ലാത്ത ഒരു ജീവിയെ സപ്തമലങ്ങളടങ്ങുന്ന ഒരു മാംസപിണ്ഡത്തിന് തുല്യമാകുന്നു. അരുളില്ലെങ്കിൽ അസ്ഥി തോൽ സിരനാറുന്നൊരുടുമ്പ് താൻ മരുവിൽ പ്രവഹിക്കുമമ്പു. മരുവിൽ പ്രവഹിക്കുമമ്പു എന്താണ്? മരുഭൂമിയിൽ നിന്നൊക്കെ ഞാൻ പോയിട്ടില്ല, എങ്കിലും നമ്മൾ സിനിമയൊക്കെ കാണുമ്പോഴത്തേനൊക്കെയാണ് നമുക്കറിയാൻ പറ്റും. ദൂരെ മണലിൽ കാറ്റത്ത് മണലിളകുന്ന സമയത്ത് നമ്മൾ ഓർക്കും അവിടെ ഒരു ജലസ്രോതസ് കാണുമെന്ന്. അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ പറ്റത്തില്ല. ജലം അവിടെയും കാണാൻ പറ്റില്ല. അഥവാ ജലമുണ്ടെങ്കിൽ തന്നെയും അത് നമ്മൾക്ക് നിഷ്ഫലമായി തീരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പല ചെടികളും നമുക്ക് പൂക്കൾ തരും, പക്ഷെങ്കിൽ അതിൽ കായുണ്ടാവത്തില്ല. അത്തരം ചെടികളെ പോലെയാണ് നമ്മളെന്നാണ് ഗുരുദേവൻ ഇവിടെ അരുളി നമുക്ക് തന്നിരിക്കുന്നത്. അരുളില്ലെങ്കിൽ അസ്ഥി തോൽ സിരനാറുന്നൊരുടുമ്പ് താൻ മരുവിൽ പ്രവഹിക്കുമമ്പു ആ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാം. വരും 6 വിധം വികാരവും വരുമാറിൽ അറിവിന്നു നേർ ഉരുവാമുടൽ വിട്ടു കീർത്തിയാർന്ന ഉരുവാർന്നിങ് അനുകമ്പ നിന്നിടും. 5-ാമത്തെ ശ്ലോകമാണത്. വരും 6 വിധം വികാരം. മനുഷ്യർക്കെല്ലാവർക്കും വികാരങ്ങളുണ്ട്. അത്തരം വികാരങ്ങളെല്ലാം ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ജനിക്കുക, ഉണ്ടായിരിക്കുക, വർദ്ധിക്കുക, അതുപോലെ തന്നെ പരിണമിക്കുക, നശിക്കുക, ഇത്തരം 6 തരം വികാരങ്ങൾ അടങ്ങുന്ന ആ ഒരു വരും 6 വിധം വികാരവും വരുമാറിൽ അറിവിന്നിതിന്നു നേർ. നമ്മളുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്നതാണ്.
എന്നാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഒരു ചൈതന്യം ഒരിക്കലും നശിക്കാതെ ഇവിടെ നിന്നുണ്ടായി ഇവിടെ തന്നെ പക്ഷെങ്കിൽ നമ്മുടെ ദേഹം മാത്രമേ വിട്ടുപോകുന്നുള്ളൂ. ആ ഒരു അറിവ് നമ്മൾ നശിച്ചാലും നമ്മുടെ ശരീരം ഇവിടെ നിന്ന് മറഞ്ഞാലും നമ്മുടെ ഉള്ളിലെ ആ ഒരു ചൈതന്യം, നമ്മളിൽ കുടികെട്ടിക്കിടക്കുന്ന ആ ബ്രഹ്മം, അത് നമ്മളെ എന്നും എന്നും ഈ ഭൂമിയിൽ തന്നെ കാണുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് വീണ്ടും ജനിച്ച് വീണ്ടും മരിക്കാതെ അല്ല വീണ്ടും 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 ജനിച്ച് അങ്ങനെ ഒരു ജന്മം നമുക്കുണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വരുമാറ് വിധം വികാരവും വരുമാറില്ലറിവിന്നു നേർ ഉരുവാമുടൽ വിട്ടു ഉരുവാർന്നിഞ്ഞ് അനുകമ്പ നിന്നിടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ബ്രഹ്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിലെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റി വീണ്ടും വീണ്ടും ഒരു ജന്മം എടുക്കാതെ നല്ലവരായി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ അരുളുള്ളവനാണ് ജീവി. അത്തരം ഒരു ജീവിതം വേണം നമ്മൾ ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ കാഴ്ചവെച്ചിട്ട് ഇവിടെ നിന്നും മറിഞ്ഞു പോകാനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും ഈ ലോകമുള്ളിടത്തോളം കാലം ആ ഭഗവാൻ നമ്മളിലെല്ലാം കൊടികെട്ടിക്കിടക്കുന്ന ചൈതന്യമായിട്ട് നമ്മുടെ ഉണർവായി ഉന്മേഷമായി എല്ലാം നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരിക്കും. അടുത്ത ശ്ലോകം 6ാമത്തെ ശ്ലോകം. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാപ്തിയോ സരളാദ്വയ ഭാഷ്യകാരണാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പയാണെന്ന് പറയാനായിട്ട് നമ്മൾ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ 2019 കാലഘട്ടത്ത് പ്രസിഡൻ്റായിരുന്ന ഒരു സമയത്ത് കോവിഡ് കാലഘട്ടം ഇവിടെ ഞങ്ങൾ രണ്ടാളും കൂടെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഭക്ഷണ കിറ്റ് കൊടുക്കുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഞങ്ങളിവിടെ വാതിക്കൽ നിൽപ്പുണ്ട്. ഈ ഭക്ഷണ കിറ്റ് വാങ്ങാൻ കുറേ കുട്ടികൾ, കുറേ ആൺപിള്ളേർ ബൈക്കിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ ആരാണ് ഇരിക്കുന്നതെന്ന് നോക്കാൻ പോലും, ഈ ഗേറ്റിനുള്ളിലേക്ക് ഒന്ന് കടന്നു വരാൻ പോലും ശ്രമിക്കാത്ത ആൺകുട്ടികൾ അവരടുത്ത് അകത്ത് നിൽക്കുന്നവരോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ കിറ്റ് കൂടെ ഒന്ന് വാങ്ങിക്കൊണ്ട് തരുമോ? ഒന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിവിടെ അവരൊക്കെ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ എന്തിനും ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതുപോലും നമ്മുടെ ഈ ഭഗവത് സന്നിധിയിൽ വന്ന് വാങ്ങാൻ പോലും മടിക്കുന്ന എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും, അതുപോലെ നമ്മളെപ്പോലെ അവരെ നല്ല എത്രയോ ആൾക്കാരുണ്ട്. അത് നമ്മൾ അറിയണം. അവരെ അതിലേക്ക്, നമ്മുടെ ഈ ഒരു ഗുരു ആരാണെന്ന മഹത്വം തിരിച്ചറിയുന്നതിനും അവരെയും കൂടെ നമ്മളെ കൂടെ ചേർത്ത് കൂട്ടി നിർത്തിയിട്ട് വേണം നമ്മുടെ ഈ പഠന ക്ലാസ്സും നമ്മുടെ ഈ ശാഖയും അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതെല്ലാം പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ. ആരായിരിക്കും പരമാർത്ഥമുരച്ച് തേർവിടും പൊരുൾ? നമ്മളെല്ലാം ഭാഗവതത്തിനകത്ത് അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ കണ്ടിട്ടുണ്ട്. എന്താണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. തേർവിടും ആരുടെ? അർജുനൻ്റെ തേര് തെളിക്കുന്ന ആ സാരഥിയായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് ഭഗവാൻ ഇതിനകത്ത് നമുക്ക് ഗുരു എഴുതി തന്നിരിക്കുന്നത്. എന്താ കാരണമെന്ന് വിചാരിച്ചാൽ ഭഗവാൻ അനുകമ്പാമൂർത്തിയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും തന്നെ വിശ്വസിക്കുമെന്ന് വരില്ല. കുറേ പേര് വിശ്വസിക്കും, അല്ലാത്തവരാരും വിശ്വസിക്കത്തില്ല. അതിനുവേണ്ടി മാത്രമായിരിക്കാം ഭഗവാൻ ഇങ്ങനെ ശ്രീകൃഷ്ണനെയും നവ്യയെയും വ്യാസനെയും യേശുക്രിസ്തുവിനെയും ഒക്കെ ചേർത്തിണക്കി ഇത്തരം വരികളിൽ നമുക്ക് വേണ്ടി രചിച്ചു തന്നിരിക്കുന്നത്. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ. അതാരായിരിക്കും? ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആണ് അന്ന് തേര് തെളിച്ച ആ ദിവ്യസ്വരൂപൻ. ഒരിക്കൽ കുചേലന് ഒന്നും കൊണ്ടുപോകാനില്ലാഞ്ഞിട്ടും ഈ 4 വീട്ടിൽ കയറി അല്പം നെല്ല് വാങ്ങി അതിൽ നിന്നും അവനുണ്ടാക്കി അതുമായിട്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ദ്വാരകയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് ഒന്നും ചോദിക്കാതെയാണ്
അവിടെ നിന്നും പോരുന്നത്. അവിടുത്തെ ആ ഒരു ആതിഥ്യം സ്വീകരിച്ചതിന് ശേഷം കൃഷ്ണൻ തിരിച്ച് കുചേലൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് കൃഷ്ണനോട്, എൻ്റെ കൂട്ടുകാരനോട് ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എന്തും പറയും എൻ്റെ ഭാര്യയോടും കുട്ടികളോടും എന്ന് ചിന്തിച്ചാണ് അന്ന് കുചേലൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേങ്കിൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് കാണുന്നത്? അവിടെ മാളികയുണ്ട്, സുന്ദരീസുന്ദരന്മാരായ എൻ്റെ കുട്ടികളുണ്ട്, നല്ല ഭർത്തൃവാത്സല്യം ഏറെയുള്ള പവിത്രയായ ഒരു പത്നി, എല്ലാവരും നല്ല ഇതിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ ഗുരുവിനുള്ളതുപോലെ തന്നെ പരഹൃദയജ്ഞാനം ശ്രീകൃഷ്ണനും ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഭഗവാൻ പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാപ്തിയോ. അതുപോലെ തന്നെ ശ്രീബുദ്ധൻ്റെ കഥ സമയം ഒത്തിരി പേരുടെ സമയം കിട്ടുമെന്നറിയില്ല. ശ്രീബുദ്ധൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരിക്കലും ബിംബിസാര മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വലിയ യാഗം നടക്കുകയാണ്. ഈ യാഗം നടക്കുന്ന വേളയിൽ ഒരുപാട് ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ആട്ടിടയൻ ഇങ്ങനെ പോകുന്നു. ആട്ടിടയൻ കൊണ്ടുപോകുന്ന ആടിൻ്റെ കൂടെ കാല് മുടന്തായ ഒരു ആട്ടിൻകുട്ടിയും ഉണ്ടായിരുന്നു. ഈ ആട്ടിൻകുട്ടിയെ സ്വന്തം തോളിലേറ്റി ബുദ്ധഭഗവാൻ അതിനെ ബിംബിസാര മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അതുപോലെ തന്നെ നന്നേ ബാല്യത്തിൽ തന്നെ ഒരു പക്ഷിയെ തൻ്റെ സഹോദരൻ അമ്പെയ്ത് വീഴ്ത്തുന്നതും ആ അമ്പെയ്ത് വീഴ്ത്തുന്ന പക്ഷിയുടെ കാലിലെ മുറിവിനെ വെച്ച് കിട്ടുന്നതും ഒക്കെ നമ്മൾ നേരത്തെ നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ശ്രീബുദ്ധൻ ഒരു ബോധോദയം ഉണ്ടാകാൻ വേണ്ടി സ്വന്തം കൊട്ടാരം വിട്ടു പോകുന്നത്? അതിന് 3 കാരണങ്ങളാണ് ജീവിതത്തിൽ ഭഗവാൻ കൊച്ചിലെ തന്നെ കണ്ട്. എന്തൊക്കെയാണ്? മരണം കണ്ടു, വാർദ്ധക്യം കണ്ടു, രോഗം കണ്ടു. ഇതൊക്കെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിനുവേണ്ടിയാണ് ബുദ്ധൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ എന്ന കൊച്ചു രാജകുമാരൻ തൻ്റെ സ്വന്തം കൊട്ടാരം വിട്ടിട്ട് ആ കഠിനമായ തപസ്സിന് വേണ്ടി പോകുന്നത്. സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. അവിടെ നമുക്ക് ഗീതയ്ക്കും ഉപനിഷത്തിനും ഒക്കെ വ്യാഖ്യാനം എഴുതിയ ശ്രീശങ്കരാചാര്യരാണോ ഈ കരുണാമയനായ മൂർത്തി എന്നാണ് ഭഗവാൻ നമുക്കിവിടെ എഴുതി തന്നിരിക്കുന്നത്. ആണോ? ശ്രീശങ്കരാചാര്യരുടെ 3 വയസ്സായപ്പോൾ തന്നെ തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. ആ പിതാവിനെ നഷ്ടപ്പെട്ട ശ്രീശങ്കരാചാര്യർ അവിടെ കുറച്ച് നാൾ ജീവിച്ചെങ്കിലും അതിനുശേഷം സന്യാസം ആണ് തൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പോകുന്ന സമയത്ത് പല വീടുകളിലും ഭിക്ഷയാചിച്ച് നടക്കുന്നു. ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും ഒരു വൃദ്ധയായ അമ്മ ഒരു പാത്രത്തിൽ ഒരു നെല്ലിക്കയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ അനുകമ്പാമൂർത്തിയായ ശ്രീശങ്കരാചാര്യർ എന്താണ്, ഒരു നെല്ലിക്കയ്ക്ക് പകരം അനേകം സ്വർണ്ണ നെല്ലിക്കകളാണ് പകരമായിട്ട് കൊടുക്കുന്നത്. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാപ്തിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. 7ാമത്തെ ശ്ലോകം. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. മനുഷ്യരൂപത്തിൽ വന്ന ദൈവമാണോ? പുരുഷാകൃതി പൂണ്ട ദൈവമാണോ? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമാണോ? ധർമ്മം
നരൻ്റെ രൂപത്തിൽ വന്നതാണോ? പരമേശ്വരൻ്റെ പവിത്രപുത്രനോ? കരുണാവാൻ നബി മുത്തുരത്നമോ? പവിത്രപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുദേവനാണോ ഇവിടെ അനുകമ്പയാണ്ടവൻ? താൻ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച യേശുദേവനാണോ കരുണാവാൻ? അതോ നബിയാണോ കരുണാവാൻ? പണ്ട് അറേബ്യൻ നാട്ടിൽ നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ 100 വർഷങ്ങൾക്കോ അല്ലെങ്കിൽ 150 വർഷങ്ങൾക്ക് മുമ്പോ എല്ലാം മാടനെയും മരുതയെയും എന്ന് വേണ്ട സകല ചരാചരങ്ങളെയും പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം അന്നും ആ അറേബ്യൻ നാടുകളിലും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നബി തിരുമേനിയുടെ ജനനത്തോടു കൂടി നബി വിചാരിച്ചു നമുക്ക് ഏക ദൈവമാണ് വേണ്ടത്. അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും കഠിനമായ ധ്യാനത്തിലേർപ്പെട്ട് ഒരു ഏകദൈവം എന്ന ഒരു സങ്കല്പത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഒരുപാട് ശ്രമിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ ഈ മുഹമ്മദ് നബി അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനകത്ത് അവിടെ ഇപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ദൈവം എന്ന് പറയുന്ന അള്ളാ എന്ന് അവർ വിളിക്കുന്നു. അതാണ് ഗുരുദേവന് അവിടെ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. അടുത്ത 8ാമത്തെ ശ്ലോകം. ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടി ഔദരമാം നോവു കിടുത്ത സിദ്ധനോ. ജ്വരമാറ്റി വിഭൂതി കൊണ്ട്. വിഭൂതി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഭസ്മമാണ് അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം. നമുക്ക് ഇപ്പം നമ്മുടെ ഗുരുമന്ദിരത്തിൽ വന്ന നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മുടെ ശാന്തിയോട് പറഞ്ഞ് അല്പം ഭസ്മം നമ്മൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു തീർത്ഥം വാങ്ങിച്ച് എവിടെയാണോ നമുക്ക് വേദനയുള്ളത് ആ ഭാഗത്തൊന്ന് പുരട്ടി നോക്കിക്കുക. നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഗുരുമന്ദിരത്തിൽ നിന്ന് കിട്ടുന്ന ആ തീർത്ഥവും ആ ഒരു ഭസ്മവും മാത്രം മതി നമ്മളുടെ അസുഖം മാറാൻ. അതല്ലാതെ ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ. അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. പാണ്ഡ്യരാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, കുബ്ജപാണ്ഡ്യൻ. കുബ്ജമെന്ന് പറഞ്ഞാൽ കൂനാണെങ്കിലും നല്ല ശ്രേഷ്ഠനായ ഒരു ഭരണകർത്താവായിരുന്നു കുബ്ജപാണ്ഡ്യൻ. ഒരുപാട് അസുഖങ്ങൾ പല ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു നോക്കിയിട്ടും ഈ കുബ്ജപാണ്ഡ്യൻ്റെ അസുഖം എന്തോ അവിടെ മാറുന്നില്ല. തിരുജ്ഞാന സംബന്ധർ എന്ന ദിവ്യൻ, തിരുജ്ഞാന സംബന്ധരുടെ അച്ഛൻ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ ശിവനെ അങ്ങേയറ്റം ആരാധിക്കുകയും വിശ്വസിക്കുകയും തൻ്റെ ജീവിതത്തിൽ പ്രാപ്തിക്കുകയുമാകുന്ന ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് ഈ തിരുജ്ഞാന സംബന്ധരുടെ പിതാവിൻ്റെ. അത് കണ്ടു വളർന്ന തിരുജ്ഞാന സംബന്ധർ അന്തരീക്ഷത്തിൽ നിന്നും വിഭൂതി കൊണ്ടുവന്ന് അത് കുബ്ജപാണ്ഡ്യൻ്റെ ദേഹത്ത് പുരട്ടുകയും കുബ്ജപാണ്ഡ്യൻ്റെ കൂന് മാറി അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ അസുഖങ്ങളും ഭേദമാവുകയും പണ്ടത്തേതിലും കുറച്ചും കൂടി ശ്രേഷ്ഠമായ രീതിയിൽ ഭരണം നടത്തുകയും ചെയ്ത ആ തിരുജ്ഞാന സംബന്ധരാണോ അനുകമ്പയാണ്ടവൻ എന്ന് ഭഗവാൻ നമ്മളോട് ചോദിക്കുകയാണ്. ഓരോരോ ക്വസ്റ്റ്യൻ പോലെയാണ്. ആരാണ് അനുകമ്പാമൂർത്തി? ഞാൻ അനുകമ്പാമൂർത്തി അല്ലെന്ന് ഗുരുദേവ് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ആരാണ് ഇവരൊക്കെയാണോ അനുകമ്പാമൂർത്തി എന്ന് ഭഗവാൻ നമ്മളോട് ചോദിക്കുകയാണ്. ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടി ഔദരമാം നോവു കെടുത്ത സിദ്ധനോ. അപ്പർ നമുക്കറിയാം, ഈ പാണ്ഡ്യരാജ്യത്തിൽ ഒരുപാട് ശ്രേഷ്ഠമായ കവികളുണ്ടായിരുന്നു. അതിലൊരു കവിയാണ് അപ്പർ. അപ്പറിന് എന്താണ് കഠിനമായ വയറുവേദനയായിരുന്നു.
ഈ വയറുവേദന എത്ര നോക്കിയിട്ടും മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. അവസാനം ഈ നിത്യമായ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അപ്പർത്തൻ്റെ ജ്വരം മാറ്റിയെടുത്തത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അതുപോലെ തന്നെ ശ്രേഷ്ഠമായ ഒരു കവിയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ധ്യാനം ചെയ്ത് തൻ്റെ ഗുരുവിൻ്റെ വാദം ഏറ്റുവാങ്ങിയിട്ട് ധ്യാനത്തിലൂടെ 100 ശ്ലോകങ്ങളിലൂടെ അല്ലെങ്കിൽ 100 അധ്യായത്തിലൂടെ ഒരു കൃതി രചിച്ചതാണ് നാരായണീയം എന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് അരുതാതെ വലഞ്ഞു പാടി ഔദരമാം നോവ് കെടുത്ത സിദ്ധനോ, തിരുജ്ഞാന സംബന്ധരാണോ, അപ്പറാണോ, ആരാണ് അനുകമ്പയാണ്ടവെന്ന് ഗുരു നമ്മളോട് ചോദിക്കുകയാണ്. 9ാമത്തെ ശ്ലോകം. ഹരനെഴുതി പ്രസിദ്ധമാം മറയനോദിയ മാമുനീന്ദ്രനോ, മര്യാദുടലോടു പോയര പരമേശ്വരൻ്റെ പരാദ്യഭക്തനോ. കവികളുടെ രത്നമായ മാണിക്യവാചകർ. കേരളത്തിലെ തമിഴ്നാട്ടിലെ കവികളിലെ രത്നമായിരുന്നു മാണിക്യവാചകർ. ഈ മാണിക്യവാചകർ എഴുതി കൊടുത്ത വാക്കുകൾ ഓരോന്നും സാക്ഷാൽ ശിവഭഗവാൻ നേരിട്ട് വന്ന് ഈ വരികൾ മുഴുവൻ എഴുതിയെടുത്ത് അത് പിന്നീട് കിട്ടിയത് ശിവലിംഗത്തിൻ്റെ ആ ക്ഷേത്രത്തിൽ ശിവലിംഗത്തിൻ്റെ സമീപത്ത് തന്നെയാണെന്നാണ് ഈ നമ്മൾ വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കിനും അതിനകത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയനോദിയ മാമുനീന്ദ്രനോ. അതുപോലെ തന്നെ വേദങ്ങളൊക്കെ രചിച്ച മാണിക്യവാചകർ കവികളുടെ രത്നമാണോ ഈ അനുകമ്പയാണ്ടവെന്ന് ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഉടലോടെ സ്വർഗലോകത്തേക്ക് പോയതായിട്ടാണ് നമുക്ക് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു അങ്ങനെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയ ഒരു വ്യക്തിത്വം. പൂന്താനം, ഉത്തമ കൃഷ്ണഭക്തനായ പൂന്താനം ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് നമ്മളൊക്കെ പൂന്താനത്തിൻ്റെ ജീവിതകഥ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ആരാണ് അനുകമ്പയാണ്ടവെന്ന് ഗുരു നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കണം. നമ്മുടെ ഗുരു അനുകമ്പയാണ്ടവനാണോ? ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയനോദിയ മാമുനീന്ദ്രനോ, മര്യാദുടലോട് പോയൊര പരമേശ്വരൻ്റെ പരാദ്യഭക്തനോ. 10ാമത്തെ ശ്ലോകം. നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറേടിന് കാമധേനുവോ, പരമാത്ഭുത ദാനദേവത തരുവോ ഈ അനുകമ്പയാണ്ടവൻ. കാമധേനുവിനെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്തും തരുന്ന ഒരു പശുവാണ് കാമധേനു. അപ്പോൾ അവിടെ ചോദിക്കുന്നതാണ്, മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജന്മമെടുത്ത കാമധേനുവാണോ ആര്? അനുകമ്പയാണ്ടവൻ എന്നാണ് ചോദിക്കുന്നത്. നരരൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപം പോണ്ട കാമധേനുവാണോ അനുകമ്പയാണ്ടവൻ, അതോ പരമാത്ഭുത ദാനദേവത തരുമോ ഈ അനുകമ്പയാണ്ടവൻ? നമുക്ക് കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കും അതും കാമധേനുവിനെ പോലെ തന്നെയാണ്. ഒരു വൃക്ഷത്തിൽ തന്നെ നമുക്ക് എല്ലാം തരുന്ന ആ ഒരു കൽപ്പവൃക്ഷം, ആ കൽപ്പവൃക്ഷമാണോ അനുകമ്പയാണ്ടവൻ എന്നാണ് ഗുരു നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആരായിരിക്കാം? നമ്മുടെ ഗുരുവല്ലേ നമുക്കെല്ലാവർക്കും ശ്രേഷ്ഠമായ അനുകമ്പാമൂർത്തി. ആ ഒരു അനുകമ്പാമൂർത്തി ഉള്ളപ്പോൾ നമ്മൾ ഇതുപോലെ മറ്റുള്ളവർ അനുകമ്പാമൂർത്തികളെ തേടി പോവേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഗുരുവിനോട് എന്ത് ചോദിച്ചാലും അനുകമ്പയോടെ, സ്നേഹത്തോടെ, കരുണയോടെയാണ് നമുക്ക് ഓരോന്നും ഇതുവരെ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവർക്ക് വേണ്ടി
അതാണ് നമ്മുടെ ജീവിതത്തെ സഫലമാക്കുന്നത്. നാളെ ഞാൻ ചെയ്തേക്കാം എന്ന് വിചാരിക്കരുത്. ഇന്നിപ്പോൾ എപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അനുകമ്പയോടെ, സ്നേഹത്തോടെ, അറിവോടെ, ആ അറിവ് ഇപ്പം അറിവെന്നൊരു കൃതി നമുക്ക് ഭഗവാൻ രചിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 71 തവണയെങ്കിലും അറിവെന്നൊരു പദം നമുക്ക് ഗുരു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മോപദേശ ശതകം അതിൽ കൂടെ പരിധി നോക്കുമ്പോൾ 40-ൽ പരം പ്രാവശ്യം അറിവെന്ന പദം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നത് എന്താണ് ഭഗവാൻ നമ്മളോട് കരുതുന്നത്? നമ്മൾ അറിവുള്ളവരായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പുരോഗമനവും നല്ലൊരു ചിന്താഗതിയും ഉണ്ടാകണമെങ്കിൽ നമ്മൾ അറിവുള്ളവരായിരിക്കണം. ആ അറിവ് എന്താണ്? നാം ശരീരമല്ല അറിവാകുന്നു. ആ അറിവ് വേണം. നമ്മളുടെ ശരീരം നശിച്ചാലും നമ്മളിലെ അറിവ്, നമ്മളിലെ ബ്രഹ്മം അത് എന്നും നിലനിൽക്കണം. അതാണ് ഭഗവാൻ അനുകമ്പ ദശകത്തിലൂടെ നമ്മൾക്ക് ഓതിത്തരുന്നത്. നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനുവോ, സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. ഫലശ്രുതി. അരുമാമരയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിലും. അവിടെ എന്താണ് നമുക്ക് തരുന്നത്? വർഷങ്ങളോളം കഠിനമായി തപസ്സെടുത്ത് നമ്മളും ഞാനും ദൈവമൊന്നെന്ന് കണ്ടെത്തിയ അനേകം ഋഷിവര്യന്മാർ നമ്മുടെ ഈ ഭാരത പുണ്യഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. അവർ തന്ന അരുളാണോ അതിനർത്ഥവും മുനിമാർ തരുന്ന അർത്ഥവും ഇതെല്ലാം സത്യത്തിൽ ഒന്ന് തന്നെയാണ് എന്നാണ് ഈശ്വരനെ നേരിട്ട് കണ്ട് ആ ഒരു സത്യം, ആ ഒരു പരമാർത്ഥം, നാം ശരീരമല്ല എന്നുള്ള ആ ഒരു പരമ്പൊരുൾ മനസ്സിലാക്കിയ അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. അതാണ് ഏകദേശം ചെറിയൊരർത്ഥത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോയത്. ഇത് എന്ത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അവസാനത്തെ ഫലശ്രുതി ഒന്നുകൂടെ ഞാൻ ചൊല്ലാം. അരുമാമരയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിലും. ലോകത്തിൽ എല്ലാത്തിനെയും പൊരുൾ ഒന്ന് തന്നെയാണ്. ഏത് മതത്തിൽ വിശ്വസിച്ചാലും, ക്രിസ്തുവിൽ വിശ്വസിച്ചാലും, ഇസ്ലാമായിട്ട് ജീവിച്ചാലും എല്ലാത്തിൻ്റെയും പൊരുൾ ഒന്ന് തന്നെയാണ് എന്നാണ് സാക്ഷാൽ പരമഗുരു, നമ്മുടെ എല്ലാവരുടെയും ദൈവമായ, കൺകണ്ട ദൈവമായ ഗുരു നമ്മൾക്ക് ഓതിത്തന്നിരിക്കുന്നത്. ഇത്രയും സമയം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഈ സമയം ഇവിടെ നിൽക്കാൻ, ഈ മൈക്കിൻ്റെ മുന്നിൽ എന്നെ പ്രാപ്തമാക്കിയത് നമ്മുടെ മറിയപ്പള്ളി 26-ാം നമ്പർ ശാഖയാണ്. ആ 26-ാം നമ്പർ ശാഖയിൽ ഇവിടെ നടക്കുന്ന കൃതി പഠന ക്ലാസ് ഏകദേശം 50-ൽ പരം കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും ഒരുപക്ഷെ സീനിയർ, എന്നെക്കാളും ചെറിയ കുട്ടികളാണ് ഇതിൽ താഴേക്ക് പഠിച്ചു വന്നിരിക്കുന്നത്. ഇവരെല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തി ഞങ്ങളെ ഏറെ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോയ എൻ്റെ പ്രിയപ്പെട്ട രഞ്ജിത്ത് രവീന്ദ്രൻ, ആ രഞ്ജിത്തിൻ്റെ മേൽനോട്ടത്തിൽ ഓരോ ദിവസവും ഞങ്ങളെ ടീച്ചർ പഠിപ്പിച്ചു വിടുന്ന വിഷയങ്ങൾ ഇന്ന് നേരമില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഓൺലൈനിലൂടെ അത് ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ പഠിക്കാൻ പ്രേരിപ്പിച്ച ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിത്ത്, ആ രഞ്ജിത്തിനോടുള്ള അഗാധമായ എൻ്റെ നന്ദി എൻ്റെ മരണം വരെയും ഉണ്ടായിരിക്കും. ഗുരു ആരാണെന്ന് മനസ്സിലാക്കാൻ, ഗുരു എഴുതി തന്ന ഓരോ പരമ്പൊരുളും ഓരോ മുത്തുകളും അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ 1.5 വർഷക്കാലത്തെ കൃതിപഠന ക്ലാസ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ 26-ാം നമ്പർ ശാഖയുടെ അഭിമാനം ഒന്നുകൊണ്ടുമാണ്. അതിന് എൻ്റെ പ്രിയപ്പെട്ട രഞ്ജിത്തും, അതുപോലെ തന്നെ ഇന്നിവിടെ എന്നെ ശ്രമിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ
പ്രസിഡൻറ്റ്, അഭ്യന്തര പ്രസിഡൻറ്റ്, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, അതുപോലെ സീനിയർ സിറ്റിസൺ, പിന്നെ അങ്ങനെ എല്ലാ പ്രാർത്ഥനാ ക്ലാസ്സുകൾ പോകുന്നവർ, അങ്ങനെ എല്ലാവർക്കും എന്നെ ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട ഓരോ അംഗത്തിനും നന്ദിയോടെ സ്മരിക്കുന്നു. നന്ദി. എൻ്റെ ഗുരുവേ കൂടെ ഉണ്ടാവും. ഗുരുധർമ്മം വിജയിക്കട്ടെ.